ഹലോ ഫ്രണ്ട്സ്, മടുത്തൊരു മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ ബാലേട്ടനാണെങ്കിൽ നമ്മുടെ അലീനയും കൊണ്ട് കുളത്തൂപ്പുഴയിലേക്ക് പോവുകയാണ്. ആ യാത്രയിൽ ബാലേട്ടൻ അലീനയോട് പറയുന്നുണ്ട്, ആഗ്രയിലെ കഥകളും സ്റ്റാലിൻ ജോസഫും വൈജയും ആഗ്രയും ലിവിങ് ടുഗദർ ആയിരുന്നെന്നും കുളത്തൂപ്പുഴയിലെ പ്ലാന്ററായ സ്റ്റാലിൻ ജോസഫാണ് അലീനയുടെ അച്ഛനെന്നും കഥ അറിഞ്ഞ് അലീന ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അപ്പോൾ അലീന ബാലേട്ടനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ അദ്ദേഹത്തോട് സ്നേഹമാണോ വെറുപ്പാണോ എന്ന്. അപ്പോൾ പറഞ്ഞു, എനിക്ക് അയാളോട് സ്നേഹവും വെറുപ്പൊന്നുമില്ല, പക്ഷേ ഞാൻ അയാളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ വേദനിപ്പിക്കരുതെന്ന്. വീണ്ടും യാത്ര പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് കടപ്പാട്ടൂർ വൈജയെ മനു കൊണ്ടെത്തിക്കുന്നുണ്ട്. എന്നിട്ട് കടപ്പാട്ടൂർ മുറ്റത്തെത്തിയിട്ട് കാറിൽ നിന്ന് ഇറങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രോഹിത്താണെങ്കിൽ സിറ്റൗട്ടിൽ ഇരിപ്പുണ്ട്. നിനക്ക് ഇങ്ങോട്ട് ഇറങ്ങാനൊന്നും താല്പര്യമില്ലായിരിക്കും അല്ലേ? നീ ഇഷ്ടപ്പെട്ട അവിടെ നിന്ന് പോയത് കൂടി നിനക്ക് കല്യാണം കഴിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ പറയും, ആൻറ്റിക്ക് എന്തുവാ അവളോട് നിന്ന് പോയിച്ചില്ല, എനിക്ക് എന്തുവാ? അവൾ പോയാലും എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലയോ? ആൻറ്റിക്ക് എന്താ, ആൻറ്റിക്ക് കോമൺ സെൻസ് ഇല്ലേ എന്നൊക്കെ ചോദിക്കും. ആൻറ്റി എന്താ ഇറങ്ങുന്നില്ലയോ? ആ ഇറങ്ങുക. അവർ രണ്ടുപേരുടെ കാറിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ രോഹിത്താണെങ്കിൽ ഇറങ്ങി വരും ഇവരെ കണ്ടോട്ട്. അപ്പോൾ വൈജ പറയും, കുറേ ദിവസമായി അമ്മയെ കണ്ടിട്ട് നിനക്കൊന്നും ചോദിക്കാനില്ലടാ. അപ്പോൾ രോഹിത് പറയും, ഞാനിപ്പോൾ മനുവേട്ടൻ്റെ കൂടെ പോയി അമ്മയുടെ ലഗേജ് എടുക്കണോ? എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറുമ്പോൾ നമ്മളെ കൃഷ്ണയും ബബിയും കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ബബിയെ കണ്ടുകൊണ്ട് ചോദിക്കും, നിനക്കെന്താടി ഞാൻ വന്ന് ഇഷ്ടപ്പെട്ടില്ലേ? പിന്നീട് അകത്തോട്ട് കയറിയിട്ട് എല്ലായിടത്തും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പറയും, ഇപ്പോഴാണ് ഇതിൻ്റെ വീടായത്. മനു പറയും, നേരത്തെ ഇത് ആൻറ്റിയുടെ വീട് തന്നെ ആയിരുന്നു. അലീനെ ഇവിടെ നിന്ന് ഒന്നും എടുത്തുകൊണ്ട് പോയിട്ടില്ല. ആ പുള്ളി കൊച്ചുങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും ഇവിടെ ക്ലീൻ ചെയ്യുകയും ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഇവിടുത്തെ ഒരു ഭാഗങ്ങളും എടുത്തുകൊണ്ട് പോയിട്ടില്ല എന്ന് പറയും. അവിടെ ഒരു സാധനങ്ങളോ അവൾ ഉപയോഗിച്ച ഒരു സാധനങ്ങളോ ഇവിടെ ഈ വീട്ടിൽ കണ്ടേക്കരുത്, എല്ലാം വാരിയിട്ട് കത്തിച്ചേക്കണം എന്ന്. അലീനെ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നു ആൻറ്റി, അതിപ്പോൾ ഇവരോടൊക്കെ പറയണോ? അപ്പം വൈജ ചോദിക്കും, എന്ത് കാര്യങ്ങൾ? ഒരു കാര്യം അവിടെ ഇവിടെ കേൾക്കണ്ട, അവിടെ കാര്യം ഇവിടെ മുണ്ടിയേക്കരുത്, അലീന എന്നുള്ള പേര് ഈ വീട്ടിൽ ഉച്ചരിച്ചേക്കരുത് എന്നെല്ലാവരോടും പറയും. എന്നിട്ട് അപ്പോൾ ബബി വന്നിട്ട് ചോദിക്കും, അലീന ചേച്ചി എന്തുമായിരിക്കും മനുവേട്ടനോട് പറഞ്ഞേക്കുന്നത്? അപ്പോൾ വൈജ പറയും, എനിക്കറിയത്തില്ല എന്തോ പറഞ്ഞേക്കുന്നതെന്ന്, എനിക്കൊരു കാര്യങ്ങളും അവിടെ കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് പോകും. പിന്നീട് റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ബബിയെ വിളിക്കും. ബബിയോട് ചോദിക്കും, ആ റൂമൊന്ന് തുറന്നേ. അപ്പോൾ ബബി പറയും, അത് ലോക്കാവുന്നത് നോക്കിയാൽ പോരെ, എന്തിനാ വെറുതെ വഴക്കിടുന്നത്? ഞാൻ നോക്കാം, ഞാൻ തുറന്നു തരാം എന്ന് പറഞ്ഞ് അകത്ത് കയറിയിട്ട് അവിടെ എല്ലാം നോക്കുമ്പോൾ അവൾ ഉപയോഗിച്ച പായും തലേണയും ഷീറ്റും ഒക്കെ ഇരിക്കുന്നു. അപ്പോൾ ചോദിക്കും, ഇതെന്തിനാണ് ഇവിടെ വെച്ചേക്കുന്നത്? ഇതെല്ലാം എടുത്ത് ഇത് രോഹിത്തിനോട് പറയരുത്, ഇതെടുത്ത് കളയാൻ, ഇത് കളയാൻ പറ്റത്തില്ലെങ്കിൽ എടുത്ത് കത്തിക്കാൻ പറ. അപ്പോൾ ബബി പറയും, എന്നാൽ വീട് കത്തിക്കേണ്ടി വരും, വേണ്ടി വന്നാൽ ഞാൻ വീടും കത്തിക്കുമെന്ന് വൈജ പറയും. അപ്പോൾ ബബി പറയും, എന്നെ ഇനി ഒരു കാര്യത്തിന് വിളിച്ചേക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടങ്ങ് പോകും. അപ്പോൾ കൃഷ്ണമ്മൾ പറയും, ഞാൻ രോഹിത്തേട്ടനോട് പറഞ്ഞേക്കാൻ ഇതെടുത്ത് കളയാനെന്ന് എന്ന് പറയും. ഇത് കേട്ടിട്ട് പിന്നെ വൈജി അങ്ങ് ഇറങ്ങിപ്പോവും. കുറച്ച് നേരം കൃഷ്ണ ഈ കട്ടിലിൽ ഇങ്ങനെ ഇരുന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് കൃഷ്ണയെ അങ്ങ് ഇറങ്ങിപ്പോവും റൂം അടച്ചിട്ട്. പിന്നീട് കാണിക്കുന്നത് സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് ബാലേട്ടനും അലീനയും കൂടെ എത്തുന്നതാണ്. മുറ്റത്ത് ചെന്ന് ഒരു കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആൻ്റപ്പനാണെങ്കിൽ സിറ്റൗട്ടിൽ ഇരിപ്പുണ്ട്. ആൻ്റപ്പൻ ഇവരെ കാണുമ്പോഴേ അകത്തോട്ട് കയറിപ്പോവും. എന്നിട്ട് സ്റ്റാൻലിയോട് എന്ന് പറയും, ആ പാലക്കാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കും, കൂടാറുണ്ട്, സാരി എടുത്ത ഒരു പെൺകുട്ടിയുണ്ട് എന്ന് പറയും. സ്റ്റാൻലി ആണെങ്കിൽ ഇവിടെ കുക്ക് പൗലോസിനോട് പറയുക, ഇന്ന് ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, കിച്ചണിലേക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചായിരുന്നല്ലോ. ബൈജുവിനോട് ചോദിക്കും, വാങ്ങിച്ചു കൊടുത്തായിരുന്നല്ലോ, വാങ്ങിച്ചു കൊടുത്തായിരുന്നെന്ന് പറയും. ആൻ്റപ്പനോട് പറയും, അവരെ അകത്തേക്ക് വിളിക്കാൻ പറയും, ഞാൻ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യട്ടെന്ന് പറയും. ആൻ്റപ്പനാണെങ്കിൽ ഇവരെ വിളിക്കാൻ സിറ്റൗട്ടിലോട്ട് ചെല്ലും. അപ്പോൾ ബാലേട്ടൻ അലീനയോട് പറയും, ഇതാണ് പ്ലാന്റർ സ്റ്റാൻലി ജോസഫിൻ്റെ വീടല്ല, എസ്റ്റേറ്റ് ബംഗ്ലാവ്. അപ്പോൾ ആൻ്റപ്പൻ്റെ പിറകെ ആണെങ്കിൽ 3 പേര് ഇറങ്ങി വരും. അവരെ കാണുമ്പോൾ ബാലേട്ടൻ അലീനയുടെ കയ്യിൽ അങ്ങ് പിടിക്കും. എന്തുദ്ദേശത്തോടെ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വന്നിട്ട് ഇവരിങ്ങനെ നോക്കിയിട്ട് 3 പേര് നോക്കിയിട്ട് ഇവരുടെ ചുറ്റിനും ഒന്ന് നടന്നിട്ട് 3 പേരോട് ഭയം കിടക്കും. അവർ കുരയ്ക്കുകയായിട്ട് ഒന്നും ചെയ്യത്തില്ല. ആൻ്റപ്പൻ പറയും, അകത്തേക്ക് വാ. അപ്പോൾ പിന്നെ 2 പേരും കൂടെ അകത്തേക്ക് വരും. അകത്തേക്ക് ചെല്ലുമ്പം നമ്മുടെ കുക്ക് പൗലോസിനോട് സ്റ്റാൻലി പറയുക, ഇതുവരെ ഉള്ളത് പോലല്ല, ഇനി ഇവിടെ ഒരാളും കൂടി ഉണ്ട്, അവരുടെ ഇഷ്ടം കൂടെ നോക്കണം എന്ന് പറയും. അത് ഇവരകത്തോട്ട് കയറി ചെല്ലുമ്പോൾ സ്റ്റാൻലി തിരിഞ്ഞു നോക്കുന്ന സീനിലാണ് അലീന സ്റ്റാൻലിയുടെ മുഖം കാണുന്നത്. അപ്പോൾ അലീന
കടപ്പാട്ടൂർ സ്റ്റാൻലി വന്ന സീൻ ഓർക്കും. അലീന ബാലേട്ടനെ നോക്കും. അപ്പോൾ ബാലേട്ടൻ കണ്ണടച്ച് കാണിക്കും. പിന്നീട് സ്റ്റാൻലിയുടെ അരികിലേക്ക് ചെല്ലും. അപ്പോൾ സ്റ്റാൻലി വന്നിട്ട് ബാലേട്ടനോട്, മിസ്റ്റർ മേനോൻ, ഹൗ ആർ യു? അപ്പോൾ ബാലേട്ടൻ പറയും, ഐ ആം ഫൈൻ. എന്നിട്ട് അലീനയുടെ നേരെ സ്റ്റാൻലി കൈ നീട്ടിയിട്ട് പറയും, ഹലോ അലീന. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. പിന്നീടാണെങ്കിൽ അലീന ബാലേട്ടനോട് പറയുന്നുണ്ട്, അച്ഛൻ മകളെ തിരിച്ചറിയാൻ വേണ്ടി എന്തൊക്കെ